കർക്കിടകം 13 കഥ സീതാഭരണം. ഇത് രാമായണത്തിലെ ഏറ്റവും വേദനാജനകമായ വഴിത്തിരിവാണ്. 1. ശൂർപ്പണഖ വിലാപം. ലക്ഷ്മണൻ മൂക്കും ചെവിയും അറുത്തപ്പോൾ ശൂർപ്പണഖ നേരെ ലങ്കയിലേക്ക് ഓടി. രാവണനോട് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ അംഗഭംഗം വന്നത് നിന്റെ തെറ്റുകൊണ്ടാണ്. പിന്നെ അവൾ സീതയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തി, അവൾ നിന്റെ പട്ടം ഹിഷി ആകാൻ യോഗ്യയാണ് എന്ന് രാവണനെ പ്രലോഭിപ്പിച്ചു. അനിയന്ത്രിതമായ ആഗ്രഹം എങ്ങനെ വലിയ ദുരന്തമാകും എന്ന് ഇവിടെ കാണാം. 2. രാവണ-മാരീച സംവാദം. സീതയോട് തോന്നിയ മോഹം കാരണം രാവണൻ മാമനായ മാരീചന്റെ അടുത്തുപോയി. നീ സ്വർണമാനായി മാറി സീതയെ പ്രലോഭിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. മാരീചൻ രാമന്റെ ദൈവികതയെക്കുറിച്ച് പറഞ്ഞ് രാവണനെ തടയാൻ ശ്രമിച്ചു, പക്ഷേ അഹങ്കാരിയായ രാവണൻ പിന്മാറിയില്ല. 3. മാരീച നിഗ്രഹം. സീത പൊന്മാനിനെ കണ്ട് അതിനെ കൊണ്ടുവരാൻ രാമനോട് ആവശ്യപ്പെട്ടു. രാമൻ പിന്നാലെ പോയി അമ്പെയ്തപ്പോൾ മാരീചൻ മരിക്കുമ്പോൾ രാമന്റെ ശബ്ദം അനുകരിച്ചു, ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് നിലവിളിച്ചു. അതു കേട്ട് സീത പരിഭ്രമിച്ചു, ലക്ഷ്മണനെ നിർബന്ധിച്ച് രാമന്റെ അടുത്തേക്ക് അയച്ചു. 4. സീതാഭരണം. ലക്ഷ്മണനും പോയപ്പോൾ കുടിൽ ഒറ്റയ്ക്കായി. അപ്പോൾ സന്യാസി വേഷത്തിൽ രാവണൻ വന്നു. സീത ഭിക്ഷ നൽകാൻ പുറത്തിറങ്ങിയപ്പോൾ രാവണൻ തന്റെ യഥാർത്ഥ രൂപം കാണിച്ചു, സീതയെ പിടിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ ലങ്കയിലേക്ക് പറന്നു. സീത രാമാ, ലക്ഷ്മണാ എന്ന് നിലവിളിച്ചു. 5. സീതാന്വേഷണം. രാമനും ലക്ഷ്മണനും തിരിച്ചുവന്നപ്പോൾ കുടിൽ കാലിയാണ്. രാമന്റെ മാനുഷികമായ ദുഃഖവും വിലാപവും അവിടെ കാണാം. അവർ സീതയെ തേടി കാട്ടിൽ അലയാൻ തുടങ്ങി. ഇന്നത്തെ ഗുണപാഠം: നിയന്ത്രണമില്ലാത്ത ആഗ്രഹവും അഹങ്കാരവും എത്ര വലിയവനെയും നശിപ്പിക്കും. ജ്ഞാനിയുടെ ഉപദേശം കേൾക്കാത്തവൻ പതനത്തിലേക്ക് പോകും.